Good morning, everyone. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, good morning. Start ചെയ്യാം Good നമുക്ക്. morning, ma'am. Okay, Yes, ma'am. start ചെയ്യാം. Good morning. A very warm and blessed morning to everyone. Class coordinate ചെയ്യുന്നത് ഞാനാണ്. My name is Nisya from Thiruvananthapuram. Today, 2025, November 12. Today's our class duty teacher name is Ashwati Miss. Welcome everyone. First, I invite Anisha for prayer. So please welcome Anisha. Good morning, ma'am. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ മനസ്സിനു ശാന്തിയേകിടണേ എന്റെ പാദം ഇടരാതിരിക്കുവാൻ എന്നും എന്നിൽ പ്രഭ ചൊരിയണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ പുല്ലുമാടവും പൊന്മണി മേടയും തുല്യമായി കാക്കും ശക്തിയും നീയല്ലോ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ. Thank you, Anisha. Next, I inviting Reena to signing for our class today. Welcome, Reena. Good morning, ma'am. I am Reena. Hi all. എൻ്റെ ഒരു റീന, ഞാൻ വരുന്നത് കാഞ്ഞിരപ്പള്ളി കോട്ടയം. എന്നെ നിർവാഹം എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്ന മിസ് അശ്വതി മിസ്സിനെ ഞാൻ ക്ലാസ് എടുക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. ബാക്കി എല്ലാവരെയും ഞാൻ ഈ ക്ലാസ്സിന് സ്വാഗതം ചെയ്യുന്നു. Okay. Thank you, Reena. Next, let's start today with a positive thoughts. Please welcome Binsha for thoughts of the day. Good morning, ma'am. എൻ്റെ പേര് ബിൻഷ. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. ആലപ്പുഴ ഹരിപ്പാട് ഭാഗത്തു നിന്ന്. ഒരിക്കലും വീഴാതിരിക്കുന്നതിലല്ല, മറിച്ച് ഓരോ തവണ വീഴുമ്പോഴും എഴുന്നേൽക്കുന്നതിലാണ് മഹത്വം. തോട്ട് ഓഫ് നെൽസൺ മണ്ടേല. Thank you, Binsha. Let's start, ma'am. Okay. So once again, good morning to all. And how are you? Fine, ma'am. Fine, ma'am. As usual question ആണ് അല്ലെ. ഞാൻ എപ്പോഴും എല്ലാ ക്ലാസ്സിലും കയറുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ബോറടിക്കുന്നുണ്ടോ? എപ്പോഴും ചോദിക്കുമ്പോൾ ബോറടിക്കുന്നുണ്ടോ? No, ma'am. No, ma'am. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുള്ള എല്ലാവരും ക്ലാസ്സിൽ കേൾക്കാൻ റെഡിയാണ്, വെയിറ്റിംഗ് ആണ് അല്ലെ? ഓക്കെ. അപ്പൊ ക്ലാസ്സിലേക്ക് പോവാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് നൗൺസ് അല്ലെ, ഒരു 6 ടൈംസ് ഓഫ് നൗൺസ് ഡിസ്കസ് ചെയ്തു. അതില് കളക്റ്റീവ് നൗൺ ഞാൻ നോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കിട്ടിയോ? കണ്ടോ നിങ്ങളെ നോട്ട്? കണ്ടു മാം, കണ്ടു. നോക്കാം കേട്ടോ, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പഠിക്കുക. അത് മനസ്സിലായല്ലോ? എങ്ങനെയാണ് കളക്റ്റീവ് നൗൺ വരുന്നതെന്ന് മനസ്സിലായല്ലോ? ഓക്കെ. ഇപ്പൊ പഠിക്കാം കേട്ടോ. അത് പഠിക്കാനുള്ള പോർഷൻ ആണ്. പഠിച്ചാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോ കൗണ്ടബിൾ നൗൺ വരെ നമ്മൾ എടുത്തതാണ് അല്ലെ. അൺകൗണ്ടബിൾ നൗൺ വരെ എടുത്തു. ഇനി കൗണ്ടബിൾ നൗൺ, അതായത് അൺകൗണ്ടബിൾ നൗൺ ഏതൊക്കെയാണ്? ഇവിടെ ടെക്സ്റ്റിലോട്ട് നോക്കൂ കേട്ടോ, സ്ക്രീനിലോട്ട് നോക്കാം. കുറച്ച് അൺകൗണ്ടബിൾ നൗൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിപ്പോ തിങ്സ് കൺസിഡർഡ് ഇൻ മാസ്, മെറ്റീരിയൽസ്, ലിക്വിഡ്സ്, ഗ്യാസ്, നാച്ചുറൽ ഫിനോമിന, അബ്സ്ട്രാക്ട് നൗൺസ്, ബ്രാഞ്ചസ് ഓഫ് ലേണിംഗ്സ്, ഇതെല്ലാവരും എന്താണ്? അൺകൗണ്ടബിൾ നൗൺസ് ആണ്. ഓക്കെ. ജസ്റ്റ് നോക്കി വെക്കാം. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, പേര് കേൾക്കുമ്പോഴും നമുക്ക് അറിയാൻ പറ്റും ഇത് അൺകൗണ്ടബിൾ ആണെന്ന്. ഓക്കെ. പ്ലീസ് മ്യൂട്ട് യുവർ സെൽഫ്. ഓക്കെ, മ്യൂട്ട് ചെയ്യാട്ടോ. Then ഈ അൺകൗണ്ടബിൾ നൗണ് കൗണ്ടബിൾ ആക്കാൻ പറ്റും. അതായത്
കൗണ്ടബിൾ അൺകൗണ്ടബിൾ നൗണിന്റെ മുന്നിൽ കുറച്ച് എക്സ്പ്രഷൻസ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ് കൗണ്ടബിൾ ആയിട്ട് മാറും. ഓക്കെ, ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ടേബിൾ കണ്ടോ, ഇത് അൺകൗണ്ടബിൾ നൗൺസ് ആണ്. അപ്പൊ ഈ ആബ്സ്ട്രാക്ട് നൗൺസ് അൺകൗണ്ടബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ, സിമ്പിൾ ആണ് പറയാലോ. അപ്പൊ ഈ അബ്യൂസ്, അഡ്വൈസ്, അപ്ലോസ്, ബ്രെഡ് എന്നൊക്കെ പറയുന്നത് എന്താണ്, അൺകൗണ്ടബിൾ ആണ്. അപ്പൊ ഈ ടേബിള് ലെഫ്റ്റ് സൈഡിലുള്ള അൺകൗണ്ടബിളും റൈറ്റ് സൈഡിലുള്ളത് അതിനെ കൗണ്ടബിൾ ആക്കിയതുമാണ് കേട്ടോ. അപ്പൊ അഡ്വൈസ് എടുക്കുകയാണെങ്കിൽ അഡ്വൈസ് എന്ന് പറയുമ്പോൾ അതൊരു അൺകൗണ്ടബിൾ നൗൺ ആണ്. സോ നമുക്കതിനെ കൗണ്ടബിൾ ആക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാല് എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാം. എ പീസ് ഓഫ് അഡ്വൈസ്, എ പീസ് ഓഫ് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ അത് കൗണ്ടബിൾ ആയി. അപ്പോ ആഡ് ചെയ്തിരിക്കുന്ന എക്സ്പ്രഷൻ ഏതാണ്, എ പീസ് ഓഫ്. ഓക്കെ, അപ്പോ ഇതേപോലെ കുറച്ച് എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അൺകൗണ്ടബിൾ നൗണിനെ കൗണ്ടബിൾ ആക്കാൻ പറ്റും. ഓക്കെ, എക്സ്പ്രഷൻസ് ഏതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എ പീസ് ഓഫ്, മെനി പീസ് ഓഫ്, എ ബിറ്റ് ഓഫ്, മെനി ബിറ്റ്സ് ഓഫ്, ആൻ ഐറ്റം ഓഫ്, മെനി ഐറ്റംസ് ഓഫ്. കണ്ടോ, അപ്പൊ ഇത്രയും എക്സ്പ്രഷൻസ് അൺകൗണ്ടബിൾ നൗൺസ് ആർ പ്രസിഡഡ് ബൈ ദ ഫോളോയിങ് എക്സ്പ്രഷൻസ്. ഓക്കെ, അപ്പോ ഈ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അൺകൗണ്ടബിൾ നൗൺ കൗണ്ടബിൾ ആകും. അപ്പൊ ഇനി കൗണ്ടബിൾ നൗണിന് മുന്നിൽ ഏതൊക്കെ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാം? ഓൾറെഡി അത് കൗണ്ടബിൾ ആണ്, എന്നാൽ നമുക്ക് എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? a few, many, a number of, a good number of, a large number of. ഇതൊക്കെ നമുക്ക് എന്താണ് കൗണ്ടബിൾ മുന്നിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സ്പ്രഷൻസ് ആണ്. These expressions can be used before countable nouns. ക്ലിയർ ആയോ? ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, അത്രയേ ഉള്ളൂ. ഇതൊരിക്കലും കാണാതെ പഠിക്കാനോ ബൈഹാർട്ട് ചെയ്യാനോ ഒന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് അറിഞ്ഞു വെക്കുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കൗണ്ടബിളിനെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ. കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ. ഇനി നമുക്ക് പ്ലൂറൽസ് അല്ലെ, പ്ലൂറൽ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലൂറൽ, ദ ഫോർമേഷൻ ഓഫ് പ്ലൂറൽ നൗൺസ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം പ്ലൂറൽസ് എന്താണെന്ന് അറിയാം. സിംഗുലർ നൗൺ ആൻഡ് പ്ലൂറൽ നൗൺ. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ ബോയ്, ബോയ് ഇസ് എ സിംഗുലർ നൗൺ. അപ്പൊ പ്ലൂറൽ ഏതാണ്? Which is the plural noun of boy? Boys. Boys ആണ്. Boxes ആണ്. Okay, then mangoes. Okay, potatoes. Babies. Okay, woman. Child. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എല്ലാ നൗണിന്റെയും പ്ലൂറൽസ് അറിയാം. ഓക്കെ, സോ ഇനി ചോദിക്കാനുള്ളത്, ഇപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്ത ബോയ് ബോയ്സ് ആണ്, ബോക്സ് ബോക്സസ് ആണ്, മാംഗോ മാംഗോസ് ആണ്. എന്തുകൊണ്ടാണ് എല്ലാ നൗണിനും എസ് വെച്ച് ആഡ് ചെയ്യാത്തെ? അറിയോ? പല നൗൺസ് അല്ലാതെ പല വേർഡ്സിലും പല രീതിയിലാണ് അതിനെ പ്ലൂറലൈസ് ചെയ്തിട്ടുള്ളത്. ചിലതിൽ എസ് ആഡ് ചെയ്യുന്നു, ചിലതിൽ ഇ എസ് ആഡ് ചെയ്യുന്നു, ചിലതിൽ ഐ എസ് ആഡ് ചെയ്യുന്നു അല്ലേ? വൈ റീസൺ അറിയോ എന്തുകൊണ്ടാണെന്ന്? ചുമ്മാ നിന്ന് അറിഞ്ഞാലോ, പഠിക്കാം, ചുമ്മാ പഠിക്കാം. എക്സിലൊക്കെ അവസാനിക്കുന്ന ലെറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ ചേർക്കും. വൈയിലൊക്കെ അവസാനിക്കുന്ന ലെറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ IES എന്ന് നമ്മൾ ചേർക്കും. അങ്ങനെയല്ലേ? ബോയ്ക്ക് എന്താണ് ഐ എസ് ചേർക്കാത്തെ?
അത് ശരിയാണല്ലോ മാം. അത് ഞാൻ ചിന്തിച്ചില്ല. അതാണ് അത് ശരിയാണ്. ഓക്കെ, അപ്പോ അതിലെ കുറച്ച് റൂൾസ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. ചുമ്മാ അത് പഠിക്കാം. കാരണം എപ്പോഴെങ്കിലും ആരെങ്കിലും ഇതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ, ബേബി വൈയിൽ അവസാനിക്കുന്നതാണ്, IES ആണ് ആഡ് ചെയ്യുന്നത് പ്ലൂറലൈസ് ചെയ്യാനായിട്ട്. ബോയും വൈയിൽ അവസാനിക്കുന്നു, പക്ഷെ S ആണ് ആഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് മിസ് ഇത് ചോദിച്ചാൽ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യും? അയ്യോ അറിയില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ? പഠിക്കാം, ചുമ്മാ നമുക്ക് അറിഞ്ഞിരിക്കാം. ഓക്കെ, സ്ക്രീനിലോട്ട് നോക്കാം കേട്ടോ. അത് എന്റെ നോട്ടാണ്, ഇത് ക്ലാസ്സിൽ എന്തായാലും അപ്ലോഡ് ചെയ്യും കേട്ടോ. എന്റെ നോട്ട്സ് എല്ലാം ഞാൻ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോ നോർമലി S ആഡ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ആണ്. ഇപ്പൊ നമുക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആൺകുട്ടി, ആൺകുട്ടികൾ, പെൺകുട്ടി, പെൺകുട്ടികൾ. ഒരു കൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തിൽ പ്ലൂറൽ കിട്ടും. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. വെറും S ആഡ് ചെയ്തത് കൊണ്ട് എല്ലാത്തിന്റെയും പ്ലൂറൽസ് കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അല്ലെ? പഠിച്ചേ പറ്റും. അപ്പോ ഗേൾ എന്താണ്? ഗേൾസ് ആണ്. സ്റ്റുഡന്റ്, സ്റ്റുഡൻസ്. ട്രീ, ട്രീസ്. കൗ, കൗസ്. ലെഗ്, ലെഗ്സ്. ഓൾറെഡി അല്ലെ S ആഡ് ചെയ്ത് വരുന്ന, നോർമലി S ആഡ് ചെയ്ത് വരുന്ന കുറച്ച് കോമൺ വേർഡ്സ് ആണ് കേട്ടോ. കുറച്ച് മാത്രമേ ഉള്ളൂ, ഒരുപാടൊന്നും ഞാൻ നോട്ടിൽ ചെയ്തിട്ടില്ല. ഇനി നെക്സ്റ്റ്, എന്തുകൊണ്ട് ES വന്നു അല്ലെ? ബസ്, ബോക്സ്, ചർച്ച്, ഡിഷ്, ക്യൂസ്, ഇതൊക്കെ ഈ വേർഡ്സിലെ ലെറ്റേഴ്സ് അല്ലെ? എൻഡിങ് ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? S, X, CH, Z, SH. അപ്പോ S, Z, X, CH ആൻഡ് SH അവസാനിക്കുന്ന ലെറ്റേഴ്സിൽ അവസാനിക്കുന്ന വേർഡ്സ് ആണെങ്കിൽ നമുക്ക് പ്ലൂറലാക്കാനായിട്ട് എന്താ ചെയ്യാ? ES ആഡ് ചെയ്താൽ മതി. ഓക്കെ, ബസ്, ബസ്സസ് ആണ്. ബോക്സ്, ബോക്സസ് ആണ്. ടാക്സ്, ടാക്സസ്. ചോർച്ച്, ചോർച്ചസ്. സോ ഈ ഇത്രയും ലെറ്റേഴ്സിൽ അവസാനിക്കുന്ന വേർഡ്സിനെ പ്ലൂറലൈസ് ചെയ്യാൻ നമുക്ക് ES ആഡ് ചെയ്താൽ മതി. ക്ലിയർ? ഇനി നിങ്ങൾക്ക് വന്നൊരു ഡൗട്ട്, ബേബി അല്ലെ? ബേബി, അപ്പോ ബേബി IES ആണ്. ബേബി, പപ്പി, പപ്പീസ്, ആക്ടിവിറ്റി, ആക്ടിവിറ്റീസ്. എനിമി, എനിമീസ് ആണ്. അപ്പോ വൈക്ക് മുൻപ് വന്നിരിക്കുന്ന ലെറ്റർ കോൺസണന്റ് ലെറ്റർ ആണെങ്കിൽ IES ആഡ് ചെയ്യണം. മനസ്സിലായോ? ബേബി എന്ന് പറയുന്ന വാക്കില് വൈക്ക് മുൻപ് വന്നിരിക്കുന്ന B എന്ന് പറയുന്ന കോൺസണന്റ് ലെറ്റർ ആണ്. അതുകൊണ്ടാണ് അവിടെ IES ആഡ് ചെയ്തത്. പ്ലൂറലൈസ് ചെയ്യണമെങ്കിൽ IES ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോ വൈക്ക് മുൻപ് വവൽസ് ആണ് വന്നെങ്കിലോ S ആഡ് ചെയ്യാം. ഓക്കെ, ഡൗട്ട് അത് ക്ലിയർ ആയില്ലേ? അപ്പൊ ബോയ്, ബോയ്സ് ആണ്. ടോയ്, ടോയ്സ്. കീ, കീസ്. മങ്കി, മങ്കീസ് ആണ്. ഡോങ്കി, ഡോങ്കീസ് ആണ്. ഓക്കെ, അപ്പോ വൈക്ക് മുൻപ് വന്നിരിക്കുന്ന കോൺസണന്റ് ലെറ്റർ ആണെങ്കിൽ IES-ഉം, വവൽസ് ആണ് വൈക്ക് മുൻപ് വന്നെങ്കിൽ S ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി F-ലും FE-ലും അവസാനിക്കുന്ന ലെറ്റർ വേർഡ്സ് ഉണ്ട് അല്ലെ? അപ്പൊ എൻഡിങ് ലെറ്റേഴ്സ് F-ലോ FE-ലോ അവസാനിക്കുന്നുണ്ടെങ്കിൽ VS ആഡ് ചെയ്യണം. ആ FE-യും F-ഉം കളഞ്ഞിട്ട് VS ആഡ് ചെയ്യാം. അതാണ് എന്റെ പ്ലൂറൽ. വൈഫും വൈഫ്സ് ആണ്. ലൈഫ്, ലൈഫ്സ്. ലീവ്, ലീവ്സ്. ലൈഫ്, ലൈഫ്സ്. ഓക്കെ, ഇനി എക്സെപ്ഷൻസ്. എക്സെപ്ഷൻസ് എന്ന് പറയുന്നത് റൂഫ്, റൂഫ്സ് ആണ്. വെറും S ആഡ് ചെയ്താൽ മതി. ബിലീഫ്, ബിലീഫ്സ് ആണ്. ഷെഫ്, ഷെഫ്സ് ആണ്. ക്ലിഫ്, ക്ലിപ്സ് ആണ്. ഹാങ്കച്ചീഫ്, ഹാങ്കച്ചീഫ്സ് ആണ്. ഇതിനൊക്കെ ജസ്റ്റ് S ആഡ് ചെയ്താൽ മതി. ഇത് എക്സെപ്ഷൻസ് വേർഡ്സ് എന്ന് പറയും. ഒഴിവാക്കപ്പെട്ട കുറച്ച് വേർഡ്സ് ആണ്. ഓക്കെ, സോ ഇതിന് പ്രത്യേകിച്ച് റൂൾസ് എന്തുകൊണ്ടാണ് അവിടെ S വന്നേ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. അതിന് പറയുന്ന പേരാണ് എക്സെപ്ഷൻ വേർഡ്സ്. ഇതുപോലെ എക്സെപ്ഷൻ വേർഡ്സ് ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ സെർച്ച് ചെയ്യുക, കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോ ഇതെല്ലാരും ജസ്റ്റ് S വെച്ചാണ് ആഡ് ചെയ്യുന്നത്. പഠിച്ചു വെക്കാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. F-ലും FE-ലും അവസാനിക്കുമ്പോ അതിന് പ്ലൂറലൈസ് ചെയ്യാനായിട്ട് VES ആഡ് ചെയ്യാം. ഓക്കെ, കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റുന്നില്ലയോ? സ്ക്രീനിലോട്ട് നോക്കൂ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. വിസിബിൾ ആണോ? വീഡിയോ കാണാൻ പറ്റുന്നില്ല. എന്നെയാണോ? ഓക്കെ, എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ ഷെയർ ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഓക്കെ ആണ് കേട്ടോ. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ലീവ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, ഈ നെക്സ്റ്റ് മാംഗോ, മാംഗോസ് ആണ്. ES ആഡ് ചെയ്താൽ മതി. ഓക്കെ,
എന്തുകൊണ്ടാണ്? സെയിം അവസാനിക്കുന്ന ലെറ്റർ ഓ ആയതുകൊണ്ടും ഓയ്ക്ക് മുൻപ് വന്നിരിക്കുന്ന കൺസണന്റ് ലെറ്റർ ആയതുകൊണ്ടുമാണ് ES ആഡ് ചെയ്യുന്നത്. നമുക്ക് ഓയ്ക്ക് മുൻപ് വവൽ ആണ് വരുന്നതെങ്കിൽ ജസ്റ്റ് എസ് ആഡ് ചെയ്താൽ മതി. വീഡിയോ വീഡിയോസ് ആണ്, റേഡിയോ റേഡിയോസ് ആണ്, അല്ലെ? കാങ്കരൂ കാങ്കരൂസ് ആണ്. അപ്പോ വവൽസ് ആണെങ്കിൽ ഓയ്ക്ക് മുൻപ് വവൽസ് ആണെങ്കിൽ എസും ഓയ്ക്ക് മുൻപ് കൺസണൻസ് ആണെങ്കിൽ ES ആണ്. ഓക്കെ, അർച്ചന ഡൗട്ട് എന്താണ്? അതെ വൗവൽസ് എന്ന് വെച്ചാൽ പറ്റാ വൗവൽസ് എന്ന് വെച്ചാൽ വവൽസോ പറയാട്ടോ, പറഞ്ഞുതരാവേ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. പിയാനോ പിയാനോസ് ആണ്, ഫോട്ടോ ഫോട്ടോസ് ആണ്, ലോഗോ ലോഗോസ് ആണ്. എക്സെപ്ഷൻ വേർഡ്സ് ആണ്, ഒഴിവാക്കപ്പെട്ട വേർഡ്സ് ആണ്. എക്സെപ്ഷൻസ് മീൻസ് ഒഴിവാക്കപ്പെട്ടത്. ഓക്കെ, ഇനി ഡിഫറെന്റ് പ്ലൂറൽസ് ഉണ്ട്. അറിയാലോ, വുമൺ വിമൻ ആണ്, മാൻ മെൻ ആണ്, ചൈൽഡ് ചിൽഡ്രൻ ആണ്, നോട്ട് ചിൽഡ്രൻസ്. വുമൻസ് അല്ല, ചിൽഡ്രൻസ് അല്ല, എസ് അല്ല കേട്ടോ. ഒരിക്കലും എസ് ആഡ് ചെയ്യാൻ പാടില്ല. ചിൽഡ്രന്റെ കൂടെ ഒരിക്കലും എസ് ആഡ് ചെയ്യാൻ പാടില്ല. വിമന്റെ കൂടെയും എസ് ആഡ് ചെയ്യാൻ പാടില്ല. കാരണം ഓൾറെഡി അത് പ്ലൂറൽ ആണ്. പിന്നെയും എസ് ആഡ് ചെയ്തിട്ട് ആവശ്യമില്ല, അത് മിസ്റ്റേക്ക് ആകും. ഓക്കെ, അപ്പോസ്ട്രഫി എസ് ആണെങ്കിൽ ഓക്കെ ആണ്, അല്ലാതെ എന്റെ കൂടെ എസ് വെറുതെ ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ, മിസ്റ്റേക്ക് ആണ്. ഓക്കെ, പീപ്പിൾ ഒരിക്കലും പീപ്പിൾസ് എന്ന് പറയാൻ പാടില്ല. ടീത്സ് എന്ന് പറയാൻ പാടില്ല. ഫീറ്റ്സ് പറയാൻ പാടില്ല. ഓൾറെഡി ഇറ്റ്സ് എ പ്ലൂറൽ വേർഡ്. ഓക്കെ, we can't add any s or es anything. അത് മിസ്റ്റേക്ക് ആണ്. അപ്പോസ്ട്രഫി എസ് ആണെങ്കിൽ മീനിങ് മാറും. സ്ത്രീകൾ അല്ലെ, വുമൺ സ്ത്രീ ആണെങ്കിൽ വിമൻ സ്ത്രീകളാണ്, അവരുടെ പ്ലൂറൽ ആണ്. അപ്പൊ അപ്പോസ്ട്രഫി എസ് ആഡ് ചെയ്യുമ്പോൾ സ്ത്രീകളുടെ എന്ന് വരും. ഓക്കെ, ചിൽഡ്രൻസ് അപ്പോസ്ട്രഫി എസ് ആണെങ്കിൽ കുട്ടികളുടെ എന്ന് വരും കേട്ടോ. അങ്ങനെയാണ്. ഇനി ഇത്രയും മനസ്സിലായോ? പ്ലൂറൽസ് മനസ്സിലായോ? ക്ലിയർ ആയോ? നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരുപാട് പ്ലൂറൽസ് കൊടുത്തിട്ടുണ്ട്. മാക്സിമം അതെല്ലാം പഠിക്കണം കേട്ടോ. ഇനിയിപ്പോ വവൽസ് എന്താണ് അല്ലെ? ഇപ്പൊ ABCD എന്ന് പറയുന്ന നമുക്ക് ആൽഫബറ്റ്സ് ലെറ്റേഴ്സ് ഉണ്ട് ഇംഗ്ലീഷില് അല്ലെ. 26 ആൽഫബറ്റ്സ് ഉണ്ട്. അതില് എത്ര എണ്ണമാണ് വവൽസ് എന്ന് പറയുന്നത്? AEIOU ഇതാണ് വവൽസ് കേട്ടോ. 5 വവൽസ്, 21 കോൺസണന്റ് സൗണ്ട്സ് ആണ്. ഓക്കെ, അപ്പൊ 5 ഓക്കെ വവൽസ് ഒഴികെ വരുന്ന എല്ലാ ലെറ്റേഴ്സും എന്താണ്? കോൺസണന്റ് ലെറ്റേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോ AEIOU ആണ് വവൽസ് എന്ന് പറയുന്നത്. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ എഴുതി വെക്കാം കേട്ടോ. ABCD എന്ന് പറയുന്ന നമ്മുടെ ആൽഫബറ്റ്സ് ലെറ്റേഴ്സിലെ AEIOU ആണ് വവൽസ്. ബാക്കി വരുന്ന എല്ലാ ലെറ്റേഴ്സും കോൺസണന്റ് ലെറ്റേഴ്സ് ആണ്. AEIOU. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇങ്ങനെയാണ് ഓരോ വേർഡ്സിനും പ്ലൂറൽ. കേൾക്കാൻ പറ്റുന്നില്ല. ഇതാണ് റേഞ്ച് ഒക്കെ ചെക്ക് ചെയ്യൂ. ഓഡിബിൾ ആണോ? ഞാൻ ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഇതുപോലെ ഇഷ്യൂസ് വരുന്നുണ്ടോ? ഇല്ല, ക്ലിയർ ആണ്. ഓക്കെ, ഓക്കെ, നിങ്ങൾ റേഞ്ച് ഒന്ന് ചെക്ക് ചെയ്യുക. അവിടെ റേഞ്ച് ഇഷ്യൂ ഉണ്ടോ നോക്കുക. എന്നിട്ട് കേൾക്കാൻ പറ്റുന്നില്ല ഒന്നുകൂടെ ഒന്ന് ലീവ് ചെയ്യാണ്ട് ജോയിൻ ചെയ്യാം കേട്ടോ. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യുകയും ചെയ്യും. ഞാൻ സംസാരിക്കുന്ന ടൈമിൽ എല്ലാവരും മ്യൂട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ സൗണ്ട് കൊണ്ട് മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റാതെ ആകും. അതുകൊണ്ട് മ്യൂട്ട് ചെയ്യുക, മാക്സിമം മ്യൂട്ട് ചെയ്യുക. ഇനി ആരും മ്യൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഓൾ മ്യൂട്ട് കൊടുത്ത് ക്ലാസ് എടുക്കും. ഓക്കെ, അപ്പൊ ഇതാണ് പ്ലൂറൽസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനിയിപ്പോ ഞാൻ പറഞ്ഞു അപ്പോസ്ട്രഫി എസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അത് ചിൽഡ്രൻസ് എല്ലാവർക്കും മിസ്റ്റേക്ക് വരും. ചിൽഡ്രൻസ് പ്ലൂറൽ അല്ലേ എന്ന് ചോദിക്കും. ഒരിക്കലും അല്ല. അപ്പോസ്ട്രഫി എസ് വരുമ്പോഴാണ് അത് എന്താണ് ഓണർഷിപ്പ് വരാം, പൊസിഷൻ ആയിട്ട് വരാം, അല്ലാതെ പ്ലൂറൽ അല്ല. ഓൾറെഡി ചിൽഡ്രൻ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇനി ഞാൻ ഇപ്പൊ എടുത്ത പോർഷൻസിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല, ഇല്ലല്ലോ. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റില് ഒരുപാട് എന്താണ് പ്ലൂറൽസ് കിടക്കുന്നുണ്ട് കേട്ടോ. നോക്കാം. ബെഞ്ച്, ബെഞ്ചസ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലൊക്കെ തന്നെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഷോർട്ടാക്കി പറഞ്ഞേ ഉള്ളൂ കേട്ടോ. വൈകിൽ അവസാനിക്കുന്നത് ഇപ്പൊ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ,
ഇനി നെക്സ്റ്റ് ചില വേർഡ്സ് നമുക്ക് കാണുമ്പോ പ്ലൂറൽ ആയിട്ട് തോന്നും, പക്ഷേ അതെന്താണ്, സിംഗുലർ ആണ്. എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മാത്തമാറ്റിക്സ്, പൊളിറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ്, ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, ന്യൂസ്, ഇന്നിങ്സ്, മെക്കാനിക്സ്, മെസേഴ്സ്, മംസ്, റിങ്കറ്റ്സ്, ബില്ലാർഡ്സ്, സ്റ്റാർസ് എന്നൊക്കെ പറയുന്നതെല്ലാം എസ് ആഡ് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കും അത് പ്ലൂറൽ ആണ്, പക്ഷെ അതെന്താണ്, സിംഗുലർ ആണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കാം കേട്ടോ. അതൊക്കെ അറിഞ്ഞു വെക്കുന്നത് ഏറ്റവും ബെറ്റർ ആണ് കേട്ടോ. നന്നായിട്ട് പഠിച്ചു വെക്കാം. പഠിച്ചു വെക്കാന്ന് വെച്ചാൽ കാണാതെ പഠിക്കാനല്ല പറയുന്നത്, മനസ്സിലാക്കി വെക്കാം ഏതൊക്കെയാണ് പ്ലൂറലും ഏതൊക്കെയാണ് സിംഗുലറും എന്നൊക്കെ പഠിച്ചു വെക്കാം. ഇനി നമുക്ക് കാണുമ്പോ പ്ലൂറൽ ആയിട്ട് തോന്നുമെങ്കിലും കാണുമ്പോ സിംഗുലർ ആയിട്ട് തോന്നുമെങ്കിലും അത് പ്ലൂറൽ ആണ്. അതെങ്ങനെയാ? പീപ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പീപ്പിൾ ഇസ് എ പ്ലൂറൽ നൗൺ. അതേപോലെ പോലീസ് എന്താണ്, പ്ലൂറൽ ആണ്. കെറ്റിൽ, പോൾട്രി, ഹോമീൻ ഇതൊക്കെ എന്താണ്, പ്ലൂറൽ ആണ്. അപ്പൊ കാണുമ്പോൾ സിംഗുലർ ആയിട്ട് തോന്നുമെങ്കിലും പ്ലൂറൽ ആയ കുറച്ച് വേർഡ്സ് ഒക്കെ നമുക്ക് ഉണ്ട്. അപ്പൊ ഇത് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാ, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? പ്ലൂറൽസ് ഓക്കെ ആണോ? എന്നോട് ചോദിക്കാൻ ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തോ ഒരു ഡൗട്ട് മിസ്, പോലീസ് മാൻ എന്നും പോലീസ് മെൻ എന്നും നമ്മൾ പറയില്ലേ, അപ്പൊ പോലീസ് എന്നുള്ളതാണോ ശരിക്കും പ്ലൂരല്? പോലീസ് എന്ന് പറയുന്ന വേർഡ് പ്ലൂറൽ ആണ്, മനസ്സിലായോ? ഒരു കൂട്ടം ആൾക്കാരെ പറയുന്നതാണ് പോലീസ്. നമുക്കത് കളക്റ്റീവ് നൗൺ ആയിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ. പിന്നെ പോലീസ്മാൻ എന്ന് പറയാം. പോലീസ്മാൻ എന്ന് പറയുമ്പോ എന്താണ്, മാൻ എന്താ, ഒരാളാണ്, സിംഗുലർ. അതെ അതെ. അപ്പൊ വേണമെങ്കിൽ അങ്ങനെ സിംഗുലറൈസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. പോലീസ്മെൻ എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല ശരിക്കും, കാരണം പോലീസ് ഓൾറെഡി പ്ലൂറൽ ആയതുകൊണ്ട് പിന്നെ ഇവിടെ മെൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. മെന്നും പ്ലൂറൽ ആണ്. അതുകൊണ്ട് വേണമെങ്കിൽ പോലീസ് മാൻ എന്ന് പറയാം, പോലീസുകാരൻ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് പ്ലൂറലിനെ കുറിച്ച് പറയാനുള്ളത്. ക്ലാസ്സിൽ എല്ലാവർക്കും അത്യാവശ്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പ്രസന്റ് ചെയ്യണോ? പ്രസന്റ് ചെയ്യാൻ ഓക്കെ ആണോ നിങ്ങള്? മനസ്സിലായിട്ടുണ്ടോ? ക്ലാസ്സിൽ ഒരാളെങ്കിലും പ്രസന്റ് ചെയ്യാവോ? ആരെങ്കിലും ഒരാൾ. ഞാൻ വിളിക്കില്ല, നിങ്ങളായിട്ട് തന്നെ വരും. ആരും വില്ലിങ്ങല്ല. അപ്പൊ ആർക്കും അറിയില്ല, ആർക്കും മനസ്സിലായിട്ടില്ല. അങ്ങനെയാണ്, ആണോ? ഞാൻ ഇപ്പൊ എടുത്ത പോർഷൻ ആർക്കെങ്കിലും മനസ്സിലായോ? കോൺഫിഡൻസ് കുറവുണ്ട്. എന്തിനാണ് ഈ കോൺഫിഡൻസ്? ഞാൻ ഈ പറയുന്ന കോൺഫിഡൻസ് ഒരു ടോപ്പിക് തന്നെ ഞാൻ പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അത് ക്ലാസ്സിൽ വൈകാതെ ഞാൻ സംസാരിക്കും. ഓക്കെ. അതുകൊണ്ട് എന്തിനാണ് പേടിക്കുന്നേ? അൺമ്യൂട്ട് ചെയ്താണോ? അയ്യോ ഇല്ല, എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല. ഓക്കെ ഓക്കെ ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ, മ്യൂട്ട് ചെയ്തോളൂ. ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ഇനി എന്നോട് അത് പറയാൻ ബുദ്ധിമുട്ടായിട്ടാണോ മനസ്സിലായിട്ടില്ല എന്ന്? പറഞ്ഞോളൂ. നൗൺസ് പറയുന്ന പോലെ അങ്ങ് ആയില്ല. മിസ്, എന്റെ പേര് ജ്ഞാനമണി എന്നാണ്. കഴിഞ്ഞ ദിവസമൊന്നും ക്ലാസ്സിന് കേറിയിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് മേലാണ്ടിരിക്കുവായിരുന്നേ. അപ്പൊ ഇന്ന് ഈ ക്ലാസ്സിനകത്ത് എനിക്കിതൊന്നും മനസ്സിലായില്ല. മിസ്, എനിക്ക് കുറച്ച് കൺഫ്യൂഷനായി, അത്ര അങ്ങോട്ട് മനസ്സിലായില്ല. ഇതിപ്പോ സംഭവിച്ചത് എന്താണെന്ന് അറിയോ? ഞാനിപ്പോ നേരത്തെ പ്ലൂറൽ എടുക്കുന്നതിന് മുൻപ് കുറച്ച് വേർഡ്സ് ഞാൻ നിങ്ങളോട് ചോദിച്ചു. നിങ്ങൾ എല്ലാവരും എനിക്ക് കറക്റ്റ് പ്ലൂറൽ നൗൺസ് പറഞ്ഞോ? എല്ലാവരും പറഞ്ഞു, കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞു. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ ഈ റൂൾസ് ഒക്കെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ആയി, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും എല്ലാ വേർഡിന്റെയും പ്ലൂറൽസ് അറിയാം. അതുകൊണ്ട് ആ ഒരു കൺഫ്യൂഷൻ ആർക്കും വേണ്ട. എന്തുകൊണ്ട് അങ്ങനെ പ്ലൂറൽ ആയി, അല്ലെങ്കിൽ എന്തുകൊണ്ട് എസ് വെച്ച് പ്ലൂറലൈസ് ചെയ്തു, IS വെച്ച് പ്ലൂറലൈസ് ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. അതുകൊണ്ട് അത് പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അതർവൈസ് നിങ്ങൾക്ക് എല്ലാ വേർഡ്സിന്റെയും പ്ലൂറൽസ് അറിയാം. മനസ്സിലായോ?
എല്ലാ ക്ലാസ്സിലും സംഭവിക്കുന്നതാണ്. ഞാൻ ചോദിക്കുമ്പോൾ ആൻസർ എല്ലാവരും പറയും, പക്ഷെ ഈ ക്ലാസ് കഴിയുമ്പോൾ എല്ലാവരും അയ്യോ ഇത് മനസ്സിലാവുന്നില്ല മിസ്സേ എന്ന് പറയും. അത് ആ റൂൾസ് പഠിച്ചതിന്റെ ആണ് കേട്ടോ. ഏതൊരു സിംഗിൾ വേർഡ്സും ലാസ്റ്റ് എസ് ചേർക്കുമ്പോൾ അത് പ്യൂറലായി മാറും, അങ്ങനെയല്ലേ? പിന്നെ എസ്, എക്സ്, സി എച്ച്, ഇസഡ്, എസ് എച്ച് ഇതെല്ലാം വരുമ്പോൾ ലാസ്റ്റ് ഇ എസും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ പ്യൂറലായി മാറും. പിന്നെ വൈ എൻഡിങ് വൈ വരുമ്പോൾ ഐ ഇ എസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്യൂറലായി മാറും എന്നാണ് എന്റെ വിശ്വാസം. മാം എനിക്ക് മനസ്സിലായത് പ്ലൂറൽ നൗൺ എന്ന് പറയുമ്പോൾ വൈ എൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വവൽസ് വന്നാല് അവിടെ എസ് ചേർത്ത് കൊടുക്കുന്നതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അല്ലേ? അങ്ങനെയല്ലേ മിസ്സേ? പിന്നെ എഫ്, എഫ് ബി, എഫ് ഇ ഇത് വരുമ്പോൾ എന്താണ് ഐ ഇ എസ് എന്തോ അവിടെ വിഇ അല്ലേ? വിഇ ചേർത്ത് കൊടുക്കാം. അതിലും ഈ ആൽഫബറ്റ്സ് വരികയാണെങ്കിൽ അതിന്റെ വൈക്ക് ഫ്രണ്ടിൽ വരികയാണെങ്കിൽ എസ് ചേർത്ത് കൊടുക്കാവോ? അതായത് ആൽഫബറ്റ്സ് ഈ വൈക്ക് മുമ്പ് വരികയാണെങ്കിൽ അല്ലല്ല വവൽസ് വരികയാണെങ്കിൽ എസ് എസ് ഈ വൈക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ വൈക്ക് മുൻപ് കോൺസണന്റ് ആണ് വന്നിരിക്കുന്നെങ്കിൽ വിഇഎ IES, സോറി VS അല്ല, VS വരുന്ന എഫിനും FEക്ക് അവസാനിക്കുമ്പോഴാണ്. ഓക്കെ, വൈക്ക് മുൻപ് കോൺസണന്റ് ലെറ്റേഴ്സ് ആണ് വരുന്നെങ്കിൽ IES. ഞാൻ ഈ ക്ലാസ്സിൽ ഈ നോട്ട് എന്റെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഈ നോട്ട് അപ്ലോഡ് ചെയ്യാം. ക്ലിയർ മനസ്സിലായിട്ടുണ്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ ഞാൻ പറഞ്ഞില്ല, ആ റൂൾസ് പറഞ്ഞപ്പോ ഒന്ന് കൺഫ്യൂഷനായി, അത്രയേ ഉള്ളൂ. ഓക്കെ, ബാക്കി വേറെ ആരോ സംസാരിക്കാൻ വന്നല്ലോ? യെസ് മാം. പറയൂ റാഷിദ. എനിക്ക് മനസ്സിലായ പ്ലൂറൽ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഉള്ളതിനെ നമ്മള് മോർ ദാൻ 1% തിങ്സ് അതിനെയൊക്കെയാണ് നമ്മൾ പ്ലൂറൽ ആയിട്ട് പറയുന്നത്. അപ്പൊ ചിലതിൽ നമ്മൾ എസ് ആഡ് ചെയ്യുന്നു, നമ്മൾ പ്ലൂറൽ ആക്കാൻ വേണ്ടി IES ആഡ് ചെയ്യുന്നു. അങ്ങനെ എൻ്റെ ലെറ്റേഴ്സ് എസ്, എക്സ്, എക്സ്, ഇസഡ്, CH, SH ഒക്കെയാണ് വരുന്നതെങ്കിൽ നമ്മളത് പ്ലൂറൽ ആക്കാൻ വേണ്ടി ലാസ്റ്റ് ES ആഡ് ചെയ്യുന്നു. പിന്നെ കോൺസണന്റ് ലെറ്റർ ലാസ്റ്റ് വൈ വരുന്ന വൈ ആണ് ഒരു വേർഡിന്റെ ലാസ്റ്റ് വരുന്നെങ്കിൽ അതിന് മുമ്പ് വരുന്ന കോൺസണന്റ് ലെറ്റർ കോൺസണന്റ് ലെറ്റർ കഴിഞ്ഞ് വൈ ആണ് വരുന്നെങ്കിൽ നമ്മൾ IES ആഡ് ചെയ്യുന്നു പ്ലൂറൽ ആക്കാൻ വേണ്ടി. അതുപോലെ തന്നെ എൻഡിങ് ലെറ്റേഴ്സ് വോവൽസ് ആണ് വരുന്നെങ്കിൽ നമ്മൾ എസ് ആഡ് ചെയ്യുന്നു പ്ലൂറൽ ആക്കാനായിട്ട്. അതുപോലെ തന്നെ എൻഡിങ് ലെറ്റേഴ്സ് FE ഒക്കെയാണ് വരണമെങ്കിൽ VE ആഡ് ചെയ്യുന്നു നമ്മൾ അതിനെ പ്ലൂറൽ ആക്കാൻ വേണ്ടി. കോൺസണന്റ് ലെറ്റർ O ആണ് വരുന്നെങ്കിൽ ലാസ്റ്റ് നമ്മൾ അതിന് ലാസ്റ്റ് ആണ് O ആണ് ലാസ്റ്റ് വരുന്നെങ്കിൽ നമ്മൾ പ്ലൂറൽ ആക്കാൻ വേണ്ടി ES ആഡ് ചെയ്യുന്നു. അതാണ് എനിക്ക് മനസ്സിലായത്. ചോദിച്ചോട്ടെ, ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടില്ലേ കോൺസണന്റ് ലെറ്റർ പ്ലസ് O വരുവാണെങ്കിൽ ES ചേർക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ അതില് മറ്റേ എക്സ്പെക്ടേഷൻസിൽ ഫോട്ടോസ്, അത് ഫോട്ടോസ് അല്ലേ? അതെന്താണെന്ന് പറഞ്ഞു. അത് പറഞ്ഞ പോലെ എക്സെപ്ഷൻസ് ആണ് കേട്ടോ, ഒഴിവാക്കപ്പെട്ട കുറച്ച് വേർഡ്സ് ആണ്. അത് എന്തുകൊണ്ട് അവിടെ എസ് ആഡ് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ കുറച്ച് എക്സെപ്ഷൻസ് വേർഡ്സും കൂടി ഉണ്ട്, അതും കൂടെ ഒന്ന് നോക്കി വെക്കണം, പഠിക്കണം. ഓക്കെ ഓക്കെ, Any other doubts? No. Okay ആണോ? എല്ലാവരും ക്ലിയർ ആയോ? എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്. നോട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒന്ന് പഠിക്കാം. ഓക്കെ, അപ്പോ എപ്പോഴും സിംഗുലറും പ്ലൂറലും പഠിച്ചു വെക്കാം കേട്ടോ, മസ്റ്റ് ആണ്. ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് എപ്പോഴും അത് പഠിച്ചു വെക്കാം. ഇപ്പോ പിന്നെന്താണ് ഇനി ജെൻഡേഴ്സ് ആണ്. ജെൻഡേഴ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോ പഠിക്കുന്ന കാര്യങ്ങൾ എന്തും ആയിക്കോട്ടെ, നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് നിങ്ങൾ ആലോചിച്ച് തലകൊണ്ടാക്കേണ്ട ആവശ്യമില്ല, റിലേറ്റ് ചെയ്ത് പഠിക്കാം.
എപ്പോഴും നമ്മുടെ ഡേ ടു ലൈഫായിട്ട് ഒന്ന് റിലേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോ ഈ ജെൻഡേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് 4 types ഓഫ് ജെൻഡേഴ്സ് ഉണ്ട് എന്ന് പറയാം. അതിൽ രണ്ടെണ്ണം നമുക്ക് നോർമലി അറിയാം അല്ലെ, മസ്കുലൈൻ ജെൻഡർ ആൻഡ് ഫെമിനൈൻ ജെൻഡർ. മസ്കുലൈൻ ജെൻഡർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെയിൽ വേർഷൻ അല്ലെ, മെയിൽ ജെൻഡർ ആണ്. ആൻഡ് ഫെമിനൈൻ ജെൻഡർ ഇസ് എ ഫീമെയിൽ ജെൻഡർ. ഓക്കെ, ഇതില് നമ്മളിപ്പോ പഠിക്കുന്ന നൗണിനെ കുറിച്ചാണ്. ഓക്കെ, എക്സാമ്പിൾ ഫാദർ. ഫാദർ എന്ന് പറയുന്ന ഈ നൗൺ ഏത് ജെൻഡറാണ്? മസ്കുലൈൻ. Masculine. Masculine gender. Masculine gender. Okay, and then mother. Feminine gender. Mother is a feminine gender. Okay, and hen. Feminine gender. Feminine gender. Feminine gender. Okay. Meera. Feminine gender. Feminine gender. Feminine gender. John. Masculine gender. Masculine gender. Masculine gender. Okay. Then Paul. ഫോൺ മെയിലാണ് ഫീമെയിലാണ് മനസ്സിലാവുന്നില്ല. ഫോണിന് അങ്ങനെ മെയിലും ഫീമെയിലും ഉണ്ടോ? ഇല്ല. കോമൺ ഇല്ല. Yeah, it's a neutral gender. Okay. Neutral gender എന്ന് പറയുമ്പോൾ ജെൻഡർ ഇല്ല, അതായത് ജീവനില്ലാത്ത വസ്തുക്കൾക്കായിരിക്കും, അതുകൊണ്ട് അത് ജെൻഡർ ഇല്ലാത്തതാണ്. അപ്പൊ ഫോൺ ഏതൊക്കെയാണ്? ബുക്ക്, പെൻ, ചെയർ, ഓക്കെ, മാംഗോ, ഇതെല്ലാം എന്താണ്? ന്യൂട്രൽ ജെൻഡർ ആണ്. ഓക്കെ, എല്ലാവരും മ്യൂട്ട് ചെയ്യണേ, സംസാരിച്ചതിന് ശേഷം മ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ നേരത്തെ പറഞ്ഞ ഫാദർ, മദർ. ഫാദർ മസ്കുലൈൻ ജെൻഡർ, മദർ ഫീമെയിൽ ജെൻഡർ അല്ലെങ്കിൽ ഫെമിനൈൻ ജെൻഡർ. ഈ ഫോൺ, ബുക്ക്, ചെയർ ഇതൊക്കെ ആണെങ്കിൽ ന്യൂട്രൽ ജെൻഡർ ആണ്. ഇവിടെ ജെൻഡർ ഒന്നും ഇല്ല, ജീവനില്ലാത്ത വസ്തുക്കളായതുകൊണ്ടും ജെൻഡർ നമുക്ക് അറിയില്ല, പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. സോ അത് ന്യൂട്രൽ ജെൻഡർ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ടീച്ചർ, ഡോക്ടർ, ലോയർ. ഇതൊക്കെ എന്താണ്? Common gender. Common gender. കോമൺ ജെൻഡർ. കാരണം എന്താ? ഇതിൽ 2 ജെൻഡേഴ്സ് ഉണ്ട്, മെയിൽ ജെൻഡർ ഉണ്ടാകും, ഫീമെയിൽ ജെൻഡർ ഉണ്ടാകും അല്ലെ. ടീച്ചർ എന്ന് പറയുമ്പോൾ മെയിലും ഫീമെയിലും ഉണ്ടാകും, കോമൺ ആണ് അല്ലെ. അപ്പോ ഈ പറയുന്ന പ്രൊഫഷൻസ് അല്ലെ, പ്രൊഫഷൻസ് എല്ലാവരും എന്താണ്? കോമൺ ജെൻഡേഴ്സ് ആണ്. 2 ജെൻഡേഴ്സ് കൂടി ഇൻക്ലൂഡ് ആണെങ്കിൽ അത് കോമൺ ജെൻഡേഴ്സ് ആണ്. ഓക്കെ, ഡോക്ടർ, സ്റ്റുഡന്റ്, ഫ്രണ്ട്, ടീച്ചർ, നേഴ്സ്, എനിമി എന്തുവാണെങ്കിലും അതെല്ലാം കോമൺ ജെൻഡർ ആണ്. ഇനി സ്പെസിഫൈ ചെയ്ത് പറയണം അല്ലെ. ടീച്ചർ എന്ന് പറയുമ്പോൾ ഇതിന് സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ഓക്കെ, അത് എന്താണ്? ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്ന് പറയാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സർ. സർ എന്താണ്? Muscular gender. മസ്കുലൈൻ ജെൻഡർ ആണ്. മാഡം ഫീമെയിൽ. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ? ജെൻഡേഴ്സ് മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഓരോ നൗൺ കേൾക്കുമ്പോൾ നമുക്ക് ഏത് ജെൻഡർ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ക്ലിയർ? ഇനി ഫോർമേഷൻ ഓഫ് ജെൻഡേഴ്സ് ആണ്. ഫോർമേഷൻ എന്ന് പറയുമ്പോൾ മെയിലും ഫീമെയിലും ആണ് പറയുന്നത് കേട്ടോ. ഓദർ മെയിൽ വേർഷൻ അല്ലെ, മെയിൽ ജെൻഡർ ആണ്. അതിന്റെ ഫീമെയിൽ ഏതാണ്? ഓദറസ് ആണ്. ഗ്യാൻഡ്, ഗെയിൻസ്, ലയൺ, ലയണസ്, പോയറ്റ്, പോയറ്റസ്, ഹോസ്റ്റ്, ഹോസ്റ്റസ്, പ്രിൻസ്, പ്രിൻസസ്, ആക്ടർ, ആക്ട്രസ്, ടൈഗർ, ടൈഗ്രസ്, ഡ്യൂക്ക്, ഡച്ചസ്. അപ്പൊ ഇതെല്ലാം പഠിച്ചു വെക്കാം കേട്ടോ. ഹീറോ, ഹീറോയിൻ. ഇതിലൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉള്ളത് സിസ്റ്റർ ഹെൻ. അവിടെ സിസ്റ്റർ ഹെൻ അല്ല, സിസ്റ്റർ ബ്രദർ ആണ് കേട്ടോ. ഓക്കെ, മാൻ, വുമൻ, വിസാർഡ്, വിച്ച്, ബോയ്, ഗേൾ. ഇത് പഠിച്ചു വെക്കാം. ഇതും ചോദിക്കാറുണ്ട് എക്സാമിന് കേട്ടോ.
ക്ലിയർ? ഈ ഡിറ്റർമിനേഴ്സിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനൊന്നുമില്ല. ജസ്റ്റ് നൗണിന് മുൻപിൽ ആഡ് ചെയ്യുന്ന ഒരു വേർഡാണ് ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. ഒരുപാട് അതിനെ കുറിച്ച് പഠിക്കാൻ കേട്ടോ. ടെൻസ് ഒക്കെ എടുക്കുമ്പോൾ ഞാൻ ക്ലിയർ ചെയ്തൊക്കെ പറഞ്ഞുതരാം. അപ്പൊ മനസ്സിലാവും. അപ്പോ ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? ഫോർമേഷൻ ഓഫ് ജെൻഡേഴ്സ് പഠിച്ചു, പ്ലൂറൽസ് പഠിച്ചു. ഇപ്പൊ പഠിച്ച എല്ലാം ക്ലിയർ ആണോ? ഓക്കെയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ. ജെൻസീവ് എന്ന് പറയുന്ന പോർഷൻസ് എടുക്കുകയാണെങ്കിൽ നൗൺ പോർഷൻ കംപ്ലീറ്റ് ആകും. ഓക്കെ. അപ്പോ ജെൻസീവ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോസ്ട്രഫി എസ് അല്ലെ. ചിൽഡ്രൻസ് ഡേ അപ്പോസ്ട്രഫി എസ് വെച്ച് പറയാം. ചിൽഡ്രൻസ് ഡേ എന്നും പറയാം. നമുക്ക് വേറെ എങ്ങനെ പറയാം? Today's ദ ഡേ ഓഫ് ചിൽഡ്രൻ എന്നും പറയാം അല്ലെ. രണ്ടും പറയാൻ പറ്റാലോ. രണ്ടും എന്താണ്? സെയിം മീനിങ് ആണ്. കുട്ടികളുടെ ദിനം, കുട്ടികളുടെ ദിവസം. രണ്ടും അങ്ങനെയാണ് പറയുന്നത്. ചിൽഡ്രൻസ് ഡേ എന്നും പറയും, ദ ഡേ ഓഫ് ചിൽഡ്രൻ എന്നും പറയും. ഓക്കെ. today's എന്ന് പറയത്തില്ലേ ടീച്ചർ? ടുഡേയ്സ് അപ്പോസ്ട്രോഫി എസ് വെച്ച് പറയാലോ. പറഞ്ഞു വരുന്നത് അപ്പോസ്ട്രോഫി എസ് വെച്ചും പറയാം, ഓഫ് വെച്ചും പറയാം എന്നാണ് കേട്ടോ. ഇനിയിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാൾസ് കീ എന്നും പറയാം, കീ ഓഫ് ദി കാർ എന്ന് പറയും. കാറിന്റെ കീ ആണ്. സെയിം അല്ലെ? സെയിം മീനിങ് ആണോ? കാർസ് കീ ആൻഡ് കീ ഓഫ് ദി കാർ. രാമൻസ് ബർത്ത്ഡേ ഓഫ് രാമൻ. എന്തോ? രാമൻസ് ബർത്ത്ഡേ ഓഫ് രാമൻ പറയാം. അതായത് രണ്ടിനും സെയിം മീനിങ് ആണ്. നമുക്ക് അപ്പോസ്ട്രോഫി എസ് വെച്ച് പറയാം, ഓഫ് വെച്ചും പറയാം. ഓക്കെ. ഇതിനെ നമ്മൾ പറയുന്നത് ജെൻസീവ് എന്നാണ് കേട്ടോ. എസ് ജെൻസീവും ഓഫ് ജെൻസീവും. അപ്പോസ്ട്രോഫി എസ് വരുന്നത് എസ് ജെൻസീവും, ഓഫ് വെച്ച് പറയുന്നത് ഓഫ് ജെൻസീവും ആണ്. ക്ലിയർ? ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോസ്ട്രോഫി എസ് ആണ്. അതാണ് ഏറ്റവും സിമ്പിൾ. അങ്ങനെ തന്നെ യൂസ് ചെയ്താൽ മതി കേട്ടോ. പക്ഷെ നമുക്ക് ഈ ജെൻസീവ്സ് ഉണ്ട് എന്ന് ആദ്യം അറിയാം. ഓഫ് ജെൻസീവ് ഉണ്ട്, എസ് ജെൻസീവ് ഉണ്ട്. രണ്ടും നമ്മൾ വെച്ച് പറയുന്നത് ഒരേ മീനിങ് തന്നെയാണ്. നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് എസ് ജെൻസീവ് ആണ്. അത് കുറച്ചുകൂടി സിമ്പിൾ ആണ്. ഓക്കെ. ക്ലിയർ? അപ്പോസ്ട്രോഫി ബിഫോർ ആൻഡ് ആഫ്റ്റർ. ടീന ചോദിക്കൂ. ബിഫോർ എസും ആഫ്റ്റർ എസും ഇടാറുണ്ടല്ലോ. പ്ലൂറൽ നൗണിനാണോ അങ്ങനെ ചെയ്യുന്നത്? പ്ലൂറൽ നൗണിന് ബിഫോർ എസ് ആയിരിക്കും. അതെ. ഇപ്പോ അത് പറയാൻ കുഴപ്പമില്ല. പക്ഷെ ബാക്കി എല്ലാവർക്കും അത് മിക്കവാറും ഡൗട്ട് അടിക്കാൻ ചാൻസ് ഉണ്ട്. അത് സം കേസസിൽ മാത്രം കേട്ടോ. എല്ലാത്തിലും ഞാൻ പറയുന്നില്ല. ചില കേസസിൽ പ്ലൂറൽസ് ഉണ്ടാവുമല്ലോ. മനസ്സിലായോ? ഓൾറെഡി പ്ലൂറൽസ് എസ് ആയിട്ട് പ്ലൂറൽസ് ഉണ്ടാകും. ഗേൾസ് ആണെങ്കിൽ പെൺകുട്ടികൾ എന്ന് പറയും നമ്മള്, ഗേൾസ്. ഓക്കെ. അപ്പോ ഈ ഗേൾസ് എന്ന് പറയുന്നത് ഓൾറെഡി അത് പ്ലൂറൽ ആണ്. നമുക്ക് ഈ പ്ലൂറൽ ആയവരുടെ ഓണർഷിപ്പ് പറയണം. അതായത് പെൺകുട്ടികളുടെ എന്ന് എന്തെങ്കിലും പറയേണ്ട ഒരു അവസ്ഥ വന്നാൽ ഗേൾസ് കഴിഞ്ഞിട്ട് ഒരു അപ്പോസ്ട്രോഫി എസ് ഇടാം. മനസ്സിലായോ? അപ്പൊ എന്താ പറയാ? പ്ലൂറൽസിന്റെ കൂടെ അപ്പോസ്ട്രോഫി എസ് ഇടാൻ പറ്റും. അപ്പൊ കുട്ടികൾ, പെൺകുട്ടികളുടെ എന്ന് വരും. പെൺകുട്ടിയുടെ എന്നല്ല, പെൺകുട്ടികളുടെ. ഗേളിന്റെ അവിടെ അപ്പോസ്ട്രോഫി എസ് ആണ് ഇടുന്നതെങ്കിൽ പെൺകുട്ടിയുടെ എന്ന് വരും. ഒരു കുട്ടിയുള്ളൂ, ഒരു പെൺകുട്ടിയുടെ. ഗേൾസിന്റെ കൂടെ അപ്പോസ്ട്രോഫി എസ് ആണ് വരുന്നതെങ്കിൽ പെൺകുട്ടികളുടെ എന്ന് വരും. മനസ്സിലായോ? അപ്പൊ അപ്പോസ്ട്രോഫി എസ് വരുന്ന ഓണർഷിപ്പ് ആണ്. കുട്ടികളുടെ, അവരുടെ എന്നൊക്കെ പറയുന്നതാണ് അപ്പോസ്ട്രോഫി എസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിൽ നമുക്ക് ഓഫ് ജെൻസീവും എസ് ജെൻസീവും വെച്ച് പറയാം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം, അത്രേ ഉള്ളൂ കേട്ടോ. ഗേൾസ് ഡേ എന്ന് പറയാം, ഡേ ഓഫ് ദ ഗേൾസ് എന്ന് പറയാം, ഡേ ഓഫ് ഗേൾസ് എന്ന് പറയാം. ഓക്കെ. ഓഫ് എസ്
ഓണർഷിപ്പ് ആണ്, അതൊരു പൊസിഷൻ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ക്ലിയർ ആയോ? ഇത്രയും പോർഷൻസ് ആണ് എന്താ നമുക്ക് നൗണിലുള്ളത്. നൗൺ പോർഷൻസ് എല്ലാം ക്ലിയർ ആണോ? ഓക്കെ ആണോ? Is it clear? Yeah. കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം, ഗ്രൂപ്പിൽ ഒന്ന് ചോദിക്കാം. ആര് ഡൗട്ട് ചോദിച്ചാലും ആരെങ്കിലും അവരുടെ ഡൗട്ട് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം കേട്ടോ. ഓക്കെ, ഒരിക്കലും ഡൗട്ട് ആരും ക്ലിയർ ചെയ്യാതിരിക്കരുത്. നമ്മളെ കൊണ്ടാവുന്ന ഹെൽപ്പ് നമ്മൾ ആർക്കാണെങ്കിലും ചെയ്ത് കൊടുക്കണം. ഓക്കെ മാഡം, ആദ്യം ചോദിച്ചതോ ആദ്യം പറഞ്ഞു തന്നത് ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാമോ? ആദ്യം പറഞ്ഞെന്ന് പറയുമ്പോ ഏതാണ്? പ്ലൂറലാണോ? ഫസ്റ്റ് തുടങ്ങിയത് പ്യൂറൽസ് ആയിരുന്നു. പ്ലൂറൽസ്. പ്ലൂറൽ എന്ന് പറയുമ്പോ എത്രയും പറയാനുണ്ട് എനിക്ക്. ബേബി എന്താണ്? നിങ്ങൾ ആ വേർഡിന്റെ പ്ലൂറൽസ് ഒന്ന് ടൈപ്പ് ചെയ്യുന്നു. ഞാൻ ചോദിക്കുന്ന വേർഡിന്റെ പ്ലൂറൽസ് ഒക്കെ ടൈപ്പ് ചെയ്തേ. ബേബി, ടൈപ്പ് ചെയ്യൂട്ടോ. ബേബി, ബേബീസ്. കീ, കീ, താക്കോൽ, കീ. കീസ് ആണ്. ടോയ്, ടോയ്സ്. ടോയ്സ് ആണ്. ഷിപ്പ്, ഷിപ്സ് ആണ്. ഹൗസ്, ഹൗസസ് ആണ്. ഓക്കെ, then dish. Okay, watch, potato, leaf, ela, leaf. Food. Fruit അല്ല കേട്ടോ, food. FOOT. Okay, then match, MATCH, match. MATCH, match. Hero, HERO, hero. Sheep. Fish. Yeah, very good. Mouse. MOUSE, mouse. Color. Very good. നിങ്ങൾക്ക് ഇനിയിപ്പോ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നിങ്ങൾക്കിപ്പോ വൈക്ക് മുൻപ് വൊവൽസ് വന്നാലോ വൈക്ക് മുൻപ് കോൺസണൻസ് വന്നാലോ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം. റൂൾസ് പഠിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എല്ലാ വേർഡ്സിന്റെ പ്ലൂറൽസ് അറിയാം. പക്ഷേ കുറച്ച് റൂൾസ് ഇല്ലാത്ത കുറച്ച്
പ്ലൂറൽസ് ഉണ്ട്. അതിന്റെ ഒന്നും നിങ്ങൾക്ക് അറിയില്ല കേട്ടോ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൗസ് മൈസ് ആണ്. ഓക്കെ, പിന്നെന്താണ് ഞാൻ ചോദിച്ചത്? ഫൂട്ട് എന്താ? ഫീറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് പ്ലൂറൽസ് വരുന്നത് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അത് പഠിച്ചു വെക്കാം. ഓക്കെ, ഡിഫറെന്റ് ആയി വരുന്ന പ്ലൂറൽസ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് അറിയില്ല. പക്ഷെ ESO, IESO, SO ഒക്കെ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് അറിയാം. പഠിക്കേണ്ടത് ഇത്രയാണ്. ഡിഫറെന്റ് ആയിട്ട് വരുന്ന പ്ലൂറൽസ് പഠിച്ചു വെക്കാം. മൗസ് മൈസ് ആണ്, ഫൂട്ട് ഫീറ്റ് ആണ്, ടീത്തോ ടൂത്ത് ആണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം പഠിച്ചു വെക്കണം. പിന്നെ ഷിപ്സ് ആണ്. ഓക്കെ, ഷീപ്സ് അല്ല കേട്ടോ. ഷീപ്പ് തന്നെയാണ്. പ്ലൂറലും സിംഗുലറും ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കൺഫ്യൂസിങ് ആയത് മാത്രം നിങ്ങൾ പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. റൂൾസ് ഒക്കെ അവിടെ കിടക്കട്ടെ. റൂൾസ് ഇപ്പൊ എന്നെ നോട്ട് നോക്കി പഠിക്കാം എന്തുകൊണ്ട് വന്നു എന്നുള്ളത്. പക്ഷെ ഇത് പഠിച്ചേക്കണം. ഷീപ്പാണ്. ഫിഷ് തന്നെയാണ്. ഫിഷസ് അല്ല, ഫിഷ്. ഓക്കെ, ഫിഷിന്റെ സിംഗുലറും പ്ലൂറലും സെയിം ആണ്. ഫിഷ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, ഇപ്പൊ മിസ്സേ ഫിഷസ് എന്ന് പറയാറുണ്ടല്ലോ, പറയാറില്ലേ? അതെങ്ങനെയാ മിസ്? അത് വായിച്ചു നോക്കുമ്പോഴാണോ മനസ്സിലാവുന്നത്? അതെങ്ങനെയാണ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്? അതായത് പ്ലൂറൽസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണോ എന്നാണ് ചോദിക്കുന്നത്. അതെ അതെ. ഇതിന്റെ കാര്യത്തിലാണ്? ഷിപ്പും ഫിഷിന്റെ കാര്യത്തിലാണോ? അങ്ങനെയുള്ള വേർഡ്സുകൾ, ചെറിയ ചെറിയ വേർഡ്സുകളൊക്കെ നമുക്ക് പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി മെത്തേഡ് വല്ലതും ഉണ്ടോ? അത് നമ്മൾ പറഞ്ഞു നോക്കുമ്പോഴാണോ കിട്ടുന്നത്? ഈസി മെത്തേഡ് ഒക്കെ ഉണ്ട്. അതായത് പ്ലൂറലും സിംഗുലറും സെയിം ആയ വേർഡ് ആണെങ്കിൽ നമുക്കത് എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. ബാക്കി എല്ലാവരും എന്താണ് ഡിഫറെന്റ് ആയിരിക്കും. അത് പഠിക്കണം കേട്ടോ. ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലൂറലും സിംഗുലറും പഠിച്ചേ പറ്റൂ, അല്ലാതെ രക്ഷയില്ല. പഠിക്കണം. ടൂത്ത് ടീത്ത് ആണ് അല്ലെ? ടീത്ത് ടൂത്ത് ആണെന്നും ഫൂട്ട് ഫീറ്റ് ആണെന്നും ഇതൊക്കെ നമ്മൾ എന്തായാലും പഠിച്ചേ പറ്റും. അപ്പൊ അങ്ങനത്തെ കുറച്ച് വേർഡ്സ് സെർച്ച് ചെയ്യാം, കണ്ടുപിടിക്കുക, നോട്ട്ബുക്കിൽ എഴുതി വെക്കുക, പഠിക്കുക. ഓക്കെ, നോട്ട് ഇടുക എന്ന് വെച്ചാൽ അത് നോട്ട് ഇടില്ല. അതൊക്കെ നിങ്ങൾ സ്വയം പഠിക്കും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനുണ്ട്. അത് ഞാൻ പറഞ്ഞു, സെപ്പറേറ്റ് ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. പഠിക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പഠിക്കേണ്ടത് ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനി ഫിഷിന്റെ കാര്യത്തിൽ വരട്ടെ. ഫിഷ് പ്ലൂറൽ ആണെന്ന് പറഞ്ഞു. ഫിഷസ് യൂസ് ചെയ്യാറുണ്ടല്ലോ. ഒരു അക്വേറിയത്തില് ഒരു ടൈപ്പ് ഫിഷ് മാത്രമേ ഉള്ളൂങ്കിൽ നമുക്കവിടെ ഫിഷ് എന്ന് പറയും. ഗോൾഡ് ഫിഷ് മാത്രമേ അതിൻ്റെ അകത്ത് ഉള്ളൂ. അക്വേറിയത്തിലെ ഗോൾഡ് ഫിഷ് ഒരുപാട് ഗോൾഡ് ഫിഷ് ഉണ്ടെന്ന് വിചാരിക്കും. എത്ര ഗോൾഡ് ഫിഷ് ഉണ്ടെങ്കിലും നമ്മൾ ഫിഷിനെ പറയും. മനസ്സിലായോ? പക്ഷെ വെറൈറ്റി ഫിഷസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയും? ഫിഷസ് എന്ന് പറയും. അക്വേറിയത്തില് ഗോൾഡ് ഫിഷ് ഉണ്ട്, ഏഞ്ചൽ ഉണ്ട്, പല ടൈപ്സ് ഓഫ് ഫിഷസ് ഉണ്ടെങ്കിൽ നമ്മൾ ഫിഷസ് എന്ന് പറയും. ഒരുപാട് പല ടൈപ്സ് ഓഫ് ഫിഷസ് ആണെങ്കിൽ ഫിഷസ് എന്ന് പറയണം. അല്ലാതെ ഒരു ടൈപ്പ് ഫിഷ് ഒരു 10ഓ 200ഓ ഉണ്ടെങ്കിൽ നമ്മൾ ഫിഷ് എന്നേ പറയാൻ പാടുള്ളൂ. മനസ്സിലായോ? മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ചാള മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ ഒരു ചാളയേ ഉള്ളെങ്കിലും ഒരുപാട് ചാളയുണ്ടെങ്കിലും നമ്മൾ ഫിഷ് എന്നാ പറയാൻ പാടുള്ളൂ. ഇനി മാർക്കറ്റിൽ പോയിട്ട് ചാളയും അയിലയും ഒരുപാട് പല രീതിയിൽ മീനൊക്കെ കണ്ടു. അപ്പൊ നമ്മൾ എന്ത് പറയും? അവിടെ ഒരുപാട് ഫിഷസ് ഉണ്ടെന്ന് പറയാം. കാരണം എന്താണ്? പല പല മീനുകൾ ഉള്ളത് കൊണ്ട് ഫിഷസ് എന്ന് പറയുന്നു. ക്ലിയർ ആയോ? അപ്പൊ എന്തുകൊണ്ടാണ് ഫിഷ് എന്നും എന്തുകൊണ്ടാണ് ഫിഷസ് എന്ന് വരുന്നത് മനസ്സിലായോ? ഒരു ഐറ്റം ആണെങ്കിൽ ഫിഷ് എന്ന് പറയും, ഒരുപാട് ഐറ്റം ആണെങ്കിൽ ഫിഷസ് എന്ന് പറയും, അല്ലേ? ഒരു ഐറ്റം ഒരുപാടുണ്ടെങ്കിൽ പോലും നമ്മൾ ഫിഷിനെ പറയാൻ പാടും. ഓക്കെ, ക്ലിയർ? അപ്പോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് പറയാനും അറിയാനും പഠിക്കാനും ഉണ്ട്. അതാദ്യം മനസ്സിലാക്കാം. ഇതെല്ലാം ഒരു ടീച്ചറെ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ക്ലാസ്സിൽ പറയുന്നു പറ്റുന്നത് അത്ര പോസിബിൾ അല്ല. മനസ്സിലായോ? അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഡൗട്ട് ആയിട്ട് തോന്നി. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട് ആയിട്ട് ഇരിക്കുകയാണ് അല്ലെ? കുറെ വേർഡ്സ് നിങ്ങൾക്ക് അറിയാനുണ്ട്, പഠിക്കാനുണ്ട്, അതിന്റെ പ്ലൂറൽസ് ഏതാണെന്ന് അറിയണം. ഇങ്ങനെ ഡൗട്ട് വരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. ഒരുപാട് വേർഡ്സ് കിട്ടും. ഇതെല്ലാം കണ്ടുപഠിക്കുക. ഓക്കെ, സെൻസ് നമ്മുടെ പല സെൻസ് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുക.
ഓക്കെ, ക്ലാസ്സിൽ അത് കേട്ടത് കൊണ്ടായില്ല. കാണുക, എഴുതുക, പറയുക, പഠിക്കുക, ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾ മറക്കില്ല. അതുകൊണ്ട് നമ്മൾ സ്വയം പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആസ് എ ടീച്ചർ എന്ന് പറയുകയാണെങ്കിൽ ഒരാളെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. നമുക്ക് അറിവുകൾ കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ കുറെ നമ്മൾ എഫേർട്ട് എടുക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം, സെർച്ച് ചെയ്യണം. ഇതിപ്പോ എനിക്ക് ഒരിക്കലും ഇപ്പൊ ഈ ഞാനിപ്പോ ഈ പഠിച്ച കാര്യങ്ങളൊന്നും എനിക്ക് എന്റെ ടീച്ചേഴ്സ് പറഞ്ഞു തന്നൊന്നും അല്ല കേട്ടോ. നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ സെർച്ച് ചെയ്തതാണ്. ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്ത് നമുക്ക് കോമൺലി വരുന്ന ഡൗട്ട്സ് ആണെങ്കിലും നിങ്ങൾക്ക് വരാം, എനിക്ക് വരുന്ന ഡൗട്ട്സ് നിങ്ങൾക്കും വരാം. ഓക്കെ, അങ്ങനെ കോമൺലി വരുന്ന മിക്ക ഡൗട്ട്സും ഞാൻ ക്ലാസ്സിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ്, അതൊക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നതാണെന്ന് എനിക്കറിയാം, റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതെല്ലാം പഠിച്ചത് ഞാൻ തന്നെയാണ്. എന്നെ ആരും പഠിപ്പിച്ചല്ല. ഇങ്ങനെ ക്ലാസ് എടുക്കണം, ഇങ്ങനെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് എനിക്ക് ഒരാളും ക്ലാസ് എടുത്ത് തന്നിട്ടില്ല. നമുക്കറിയാലോ നമ്മൾ എങ്ങനെ പഠിപ്പിക്കണം, നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്. നിങ്ങൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ഗ്രാമർ മിസ് ഭയങ്കര ബോറിംഗ് ആണ്, പഠിക്കാൻ ഭയങ്കര ടഫാണ്, മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഇംഗ്ലീഷ് പേടിയാണ്. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തത് കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ കിടക്കുന്നതാണ് കേട്ടോ. ഞാനും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇംഗ്ലീഷ്. ഗ്രാമർ അറിയില്ല, ഗ്രാമർ ഭയങ്കര ബോറിംഗ് ആണ്, ഉറക്കം വരും, ദേഷ്യം വരും, മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ ഭയങ്കര ദേഷ്യമാണ്. ആ സബ്ജക്ട് തന്നെ നമ്മളൊന്ന് വെറുത്തു പോകും. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരിക്കലും നമ്മൾ പഠിപ്പിക്കുമ്പോൾ ആരെയും ബോറടിപ്പിക്കാൻ പാടില്ല. എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് ഞാൻ എങ്ങനെ അങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയ ഒരു മെത്തേഡിലൂടെ ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഗുണം എന്താണ്, നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും, ഇംഗ്ലീഷ് കുറച്ചെങ്കിലും സ്നേഹിക്കാൻ പറ്റും അല്ലെ. പറയുന്ന കാര്യങ്ങളും പഠിപ്പിക്കുന്ന കാര്യങ്ങളും മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് അതിനോട് കുറച്ചൊരു ഇൻട്രസ്റ്റ് വരികയുള്ളൂ അല്ലെ. അല്ലാതെ ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമോ? ഒരിക്കലും ചെയ്യില്ല അല്ലെ, മനസ്സിലാവുന്നില്ലല്ലോ. ഇപ്പൊ ഞാൻ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഒരുപാട് മിസ്റ്റേക്സ് എന്റെ ഭാഗത്തു നിന്ന് വരും. അത് നിങ്ങൾ ക്ലിയർ, ഇപ്പൊ നിങ്ങളത് കാണിക്കുകയാണെങ്കിൽ, ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്ത് അത് ക്ലിയർ ചെയ്യണം അല്ലെ. അത് എന്റെ റെസ്പോൺസിബിൾ ആണ്. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാത്തവരുണ്ട്, പക്ഷെ ഞാൻ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യണം. കാരണം നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവണം. അല്ലാതെ വെറുതെ പഠിപ്പിക്കാൻ വന്നിരുന്നിട്ട് കാര്യമില്ല. വെറുതെ ടീച്ചിങ് എന്ന് പറയുമ്പോൾ വേ ഓഫ് ടീച്ചിങ്ങും വേ ഓഫ് ലേണിങ്ങും ഡിഫറെന്റ് ആണ് അല്ലെ. ഓരോരുത്തരെയും ഡിഫറെന്റ് ആണ്. പല രീതിയിലാണ് പലരും ക്ലാസ് എടുക്കുന്നതും പലരും പഠിക്കുന്നതും പല രീതിയിലാണ്. ഞാൻ പഠിപ്പിക്കുന്ന രീതി നിങ്ങൾ ചിലപ്പോൾ ആക്സെപ്റ്റബിൾ ആകണമെന്നില്ല. മനസ്സിലായോ? സിമ്പിൾ വേയിലൂടെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ ഓരോരുത്തരും പഠിക്കുന്നതാണെങ്കിലും പഠിപ്പിക്കുന്നതാണെങ്കിലും പല രീതിയിലാണ്. പക്ഷെ നമ്മൾക്ക് വേണ്ടത് എന്താണ്, എത്രത്തോളം എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും അത് ഫോളോ ചെയ്യാം അല്ലെ. നമ്മൾക്ക് വേണ്ടതല്ലേ വളഞ്ഞ് മൂക്ക് പിടിക്കാതെ നേരെ മൂക്ക് പിടിക്കുകയാണല്ലോ ഏറ്റവും എളുപ്പമല്ലേ അല്ലെ. അപ്പൊ വളഞ്ഞ് പറയാതെ സ്ട്രെയിറ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് എത്രയോ നന്നായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റും, ആ രീതിയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ടീച്ചർ, നിങ്ങൾ എല്ലാവരും ടീച്ചേഴ്സ് ആണ്, നിങ്ങൾക്ക് അറിയാം എങ്ങനെ എടുക്കണം, എങ്ങനെ എടുക്കാൻ പാടില്ല അല്ലെ. അപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഫേവറേറ്റ് ടീച്ചർ ഏതാണെന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്കൊരു ഫേവറേറ്റ് ടീച്ചർ നിങ്ങളുടെ മൈൻഡിൽ അപ്പോ വരും, ചോദിച്ചാൽ അപ്പൊ തന്നെ വരും. ആ ടീച്ചർ എടുത്ത സബ്ജക്ട് നിങ്ങളുടെ ഫേവറേറ്റ് ആയിരിക്കും. കാരണം എന്താണ്, ആ ടീച്ചർ എടുത്ത ആ ഒരു മെത്തേഡ് അല്ലെ, ടീച്ചർ ഫോളോ ചെയ്ത ആ മെത്തേഡ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ആസ് എ ടീച്ചർ എങ്ങനെ ആകണം, എങ്ങനെ ആകാൻ പാടില്ല. സോ അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. അതിൽ ഒരുപാട് മിസ്റ്റേക്സും കറക്ഷൻസ് ഒക്കെ വരും. അതെല്ലാം ആക്സെപ്റ്റ് ചെയ്യുക, കറക്റ്റ് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക, മുന്നോട്ട് പോവാ. അത്രയേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് എപ്പോഴും നമ്മൾക്ക് എന്തൊരു കാര്യം അറിയില്ലെങ്കിലും സെർച്ച് ചെയ്യാം. എല്ലാരും ഇപ്പൊ നമ്മുടെ ഫിംഗർ ടിപ്പിലുണ്ട്, പണ്ടത്തെ പോലെയല്ല. പണ്ട് നമ്മൾ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ബുക്കിനെ ഡിപ്പെൻഡ് ചെയ്യണം. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, എന്ത് ഡൗട്ട്സ് ആണെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്യാൻ ഒരു നിമിഷം മാത്രം മതി. ഓക്കെ, അപ്പൊ ഡൗട്ട് വരുന്നത് എപ്പോഴും നല്ലതാണ്. അറിവുകൾ കൂടുന്നത് എപ്പോഴും ഡൗട്ടിലൂടെയാണ് കേട്ടോ. സംശയങ്ങൾ എപ്പോഴും വേണം. എന്തൊരു ടോപ്പിക് എടുത്താലും എന്ത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പഠിക്കുന്നുണ്ടെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഓൺ ദി സ്പോട്ടിൽ ക്ലിയർ ചെയ്ത് പഠിച്ചു പോകും. ഓക്കെ, ഡൗട്ട് ക്ലിയർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നതും പഠിക്കുന്നതും. അതെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ആണ്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ? ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, റിജക്ട് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ ആരും ഇംഗ്ലീഷ് പഠിക്കാതെ പോകരുത്.
ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ഇതുവരെയും ഇംഗ്ലീഷ് പഠിക്കാത്തവരാണ് ഇപ്പൊ ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നത്. അവർക്ക് ഇംഗ്ലീഷ് പഠിക്കണം അത്രയും ആഗ്രഹമുണ്ട്, സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. സോ മാക്സിമം ഞാനത് പഠിപ്പിക്കും. ഗ്രാമർ നിങ്ങൾക്ക് ഒരിക്കലും ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല. നിങ്ങൾ അത്രയും പഠിക്കും, നിങ്ങൾക്ക് പഠിപ്പിക്കാനും പറ്റും. ഒരാളെ നിങ്ങൾക്ക് പഠിപ്പിക്കാനും പറ്റും, സിമ്പിൾ ആയിട്ട് പഠിപ്പിക്കാൻ പറ്റും. നിങ്ങൾ തന്നെ പറയും മിസ് ഗ്രാമർ ഇത്ര എളുപ്പമായിരുന്നോ, പറയും, ഷുവർ ആണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണമെന്നുണ്ട്, നല്ലൊരു ടീച്ചർ ആകണമെന്നുണ്ട്, അത് എന്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ. അതുകൊണ്ട് മാക്സിമം എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും പാസ്റ്റ് ഇസ് പാസ്റ്റ്. ഓക്കെ, പാസ്റ്റ് കഴിഞ്ഞു പോയതൊക്കെ കഴിഞ്ഞു. ഇനി മുതൽ നമുക്കൊരു പുതിയൊരാളാകാം, ഒരു നല്ലൊരു ടീച്ചർ ആകാം. അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കും എല്ലാവരും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ പോർഷൻസ് ആണെങ്കിലും നന്നായിട്ട് പഠിക്കുക. എപ്പോഴും പഠിക്കാൻ വേണ്ടി 1 മണിക്കൂർ സമയം മാറ്റി വെക്കണം കേട്ടോ. മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതുവരെ ജീവിച്ച ജീവിതം അങ്ങനെ നിൽക്കട്ടെ. നമുക്ക് സമയമില്ല എന്ന് പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടല്ല. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എങ്ങനെയും സമയം കണ്ടെത്തും. അത് ആരൊക്കെ എത്രത്തോളം ബിസിയാണെന്ന് പറഞ്ഞാലും നമ്മൾ കണ്ടെത്തിയിരിക്കും, ഷുവർ ആണത്. അതുകൊണ്ട് ഇന്ന് മുതൽ പഠിക്കണം. എനിക്ക് പഠിക്കണം, ഇംഗ്ലീഷ് കുറച്ചെങ്കിലും എനിക്ക് സംസാരിക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടി കുറച്ചെങ്കിലും സമയം ഇംഗ്ലീഷിന് വേണ്ടി മാറ്റി വയ്ക്കാൻ റെഡി ആവാം എല്ലാവരും. ഓക്കെ, ഓക്കെ ആണല്ലോ. പിന്നെ ഇപ്പോ നിങ്ങൾ ഫീൽ ചെയ്യുന്ന ഡൗട്ട്സ് എല്ലാം കുറച്ച് കഴിയുമ്പോൾ ക്ലിയർ ആകും. നിങ്ങൾക്ക് ഇപ്പോ അറിയേണ്ടത് ടെൻസിനെ കുറിച്ചിട്ടാണ് അല്ലെ. ടെൻസ് ആണ് നിങ്ങൾ ഈഗർലി വെയിറ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. പക്ഷെ അതിലേക്ക് എത്തുന്നതിന് മുൻപ് നമ്മൾ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ടെൻസിലേക്ക് പോവുക. ടെൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും, ഷുവർ ആണ് കേട്ടോ. അതുകൊണ്ട് എപ്പോഴും ഇംഗ്ലീഷുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. എന്തെങ്കിലും ഇംഗ്ലീഷ് ബുക്ക് വായിക്കുകയോ വീഡിയോസ് കേൾക്കുകയോ ഇതൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നത് വായിക്കാനാണ്. കുറച്ചുകൂടെ നമ്മൾ വായിക്കുക, സൗണ്ടിൽ വായിക്കുക, ലൗഡ്ലി വായിക്കുക. എന്നിട്ട് വരുന്ന ഡൗട്ട്സ് ആണെങ്കിൽ പുതിയ പുതിയ വൊക്കാബുലറി നമുക്ക് കിട്ടും. അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക, മീനിങ് അറിഞ്ഞു വെക്കുക, പഠിക്കുക, ഇങ്ങനെ ഫോളോ ചെയ്യുക. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സിലൊക്കെ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതനുസരിച്ച് ഫോളോ ചെയ്യാം, മാക്സിമം കോപ്പറേറ്റ് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. നിങ്ങളൊപ്പം ഞാനും പഠിക്കുന്നുണ്ട്. ഓക്കെ, ആരും പെർഫെക്റ്റ് ഒന്നല്ല കേട്ടോ, അതാദ്യം മനസ്സിലാക്കുക. ഞാൻ ടീച്ചറാണ്, ശരിയാണ്, സമ്മതിച്ചു. പക്ഷെ ഞാനും പെർഫെക്റ്റ് ഒന്നല്ല. എനിക്ക് എല്ലാ കാര്യത്തെ കുറിച്ച് ഒരുപാട് അറിവുകളൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, എല്ലാവരും എക്സ്പീരിയൻസ് ആണ്. എവരിവൺ ലേൺസ് ഫ്രോം എക്സ്പീരിയൻസ്. ഓക്കെ, എല്ലാവരും പഠിക്കുന്ന എക്സ്പീരിയൻസിൽ നിന്നാണ്. അതുപോലെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ഈ മോണ്ടിസോറി കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഉള്ള നമ്മളിപ്പോ ഫ്രൂട്ട്സ് കോമൺ ഗ്രൂപ്പ് ആകുമ്പം ആപ്പിൾ പ്രോപ്പർ നൗൺ ആയിട്ടല്ലേ പറയുന്നത്. ഫ്രൂട്ട് കോമൺ നൗണും ആപ്പിൾ പ്രോപ്പർ നൗണും. പക്ഷെ ഗൂഗിളിൽ നോക്കിയപ്പോ ആപ്പിൾ മാംഗോ ഒക്കെ കോമൺ നൗൺ ആയിട്ടാ കിടന്നത്. ഞാൻ പറഞ്ഞല്ലോ, ചില നൗണ് പല രീതിയിലും വരും. കോമൺ ആയിട്ട് യൂസ് ചെയ്യും, പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് കോമൺലി പറയുന്ന ഒരു പേരാണ് ആപ്പിൾ എന്ന് പറയും. അങ്ങനെയും പറയാം, കാരണം ആപ്പിളിൽ തന്നെ വെറൈറ്റീസ് ഓഫ് ആപ്പിൾസ് ഉണ്ടാകാം. ഉണ്ടോ? ഗ്രീൻ ആപ്പിൾ ഉണ്ട് അല്ലെ, പല പല ആപ്പിൾസ് ഉണ്ടല്ലോ. അതുപോലെ അതുകൊണ്ട് ആപ്പിൾ കോമൺ ആകും. മനസ്സിലായോ? അങ്ങനെയും കോമൺ ആകും കേട്ടോ. ഗ്രേപ്പ് ആണെങ്കിൽ വെറൈറ്റീസ് ഓഫ് ഗ്രേപ്സ് ഉണ്ട്, അപ്പോ അത് കോമൺ ആയിട്ട് മാറും. ഫ്രൂട്ടിനെ ബേസ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഫ്രൂട്ട് കോമണും ആപ്പിള് പ്രോപ്പറും ആണ്. പക്ഷെ ആപ്പിളിനെ ബേസ് ചെയ്തെടുക്കുകയാണെങ്കിൽ ആപ്പിള് കോമണും വേറെ വെറൈറ്റീസ് ഗ്രീൻ ആപ്പിൾ പറയുകയാണെങ്കിൽ അത് പ്രോപ്പർ ആകും. ഓക്കെ, അപ്പോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ടൈം ടു വൈൻഡ് അപ്പ് ടുഡേസ് ക്ലാസ്. സൈൻ ഔട്ട് പറയൂ. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ. ഫസ്റ്റ് മാം പറഞ്ഞ ടോപ്പിക് അൺകൗണ്ടബിൾ നൗൺസിനെ കൗണ്ടബിൾ ആക്കാന്നല്ലേ പറഞ്ഞത്, അതല്ലേ? അൺകൗണ്ടബിൾ നൗൺസ് നമുക്ക് കൗണ്ടബിൾ ആക്കാൻ പറ്റുന്നല്ലേ പറഞ്ഞത്? അതെ അല്ലെ? അതെ, ഒന്നുമില്ല മിസ്, അത് ടെക്സ്റ്റില് 16th പേജിൽ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് അൺകൗണ്ടബിൾ നൗൺസ് ക്യാൻ ബി ചേഞ്ച് ഇൻ ടു അൺകൗണ്ടബിൾസ് തന്നെയാ പറഞ്ഞിരിക്കുന്നതേ. അപ്പോ അതൊരു ഡൗട്ട് വന്നു, അതാ ചോദിച്ചത്. കൗണ്ടബിൾസ് തന്നെയല്ലേ? പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും അല്ലെ? പക്ഷെ ടേബിളിൽ കൗണ്ടബിൾ എന്നാണ്. ഹെഡിങ് അൺകൗണ്ടബിൾസ്, ചേഞ്ച് ഇൻ ടു അൺകൗണ്ടബിൾസ്. അതെ അതെ, ക്യാൻ ബി ചേഞ്ച് ഇൻ ടു അൺകൗണ്ടബിൾസ്.
Uncountable. എവിടെയാണ് ഓക്കെ ആ Ma'am, 13 ടൈപ്പിംഗ് മിസ്റ്റേക്ക് Okay. എവിടെയായിട്ടാണ് മാം? എവിടെയാണ്? പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ, ഇഗ്നോർ ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പൊ സൈൻ ഔട്ട് പറയൂ കേട്ടോ, എനിക്ക് നെക്സ്റ്റ് ക്ലാസ് ഉണ്ട് പെട്ടെന്ന്. Okay, I could like to welcome Mubashira to present sign out. Mubashira, welcome. മുബാഷിന്റെ ക്ലാസ്സിലുണ്ടോ? ഇല്ല, ആരെങ്കിലും സൈൻ ഔട്ട് പറയൂ. ഇന്ന് ക്ലാസ് എടുത്ത മിസ്സിനും എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്. എനിക്ക് താങ്ക്സ് പറയാനുണ്ട്. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ. See you on the next class. Okay, bye. Thank you, ma'am. Thank you, ma'am. താങ്ക് യു മാം.